നമസ്കാരം. നല്ല തരത്തിലുള്ള പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ചെന്നൈയിലാണ് കേട്ടോ. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റിന് വന്നതാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ വൈഫാണ്. എനിക്ക് വേറൊരു നാത്തൂനാണ്. അടിപൊളി ലഞ്ചൊക്കെ എനിക്ക് തന്നു ഒരു ദിവസം. ഇത് ആദിത്യ അല്ലേ? അടിപൊളി കുക്കാണ് കേട്ടോ വിദ്യ. അച്ഛന് ചെന്നൈ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇവർ ലിയേച്ചി വേണമെങ്കിൽ ഭാര്യമാമ എൻ്റെ ചേച്ചി അവർ ചേച്ചി സന്തോഷത്തെ പറയും കൊണ്ട് അവരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഉള്ളൂ. പപ്പു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന് മക്കൾ തന്നെ ഉള്ളൂ. അത്രയും ഇഷ്ടമായിരുന്നു ചെന്നൈയിൽ വരാനും ഒക്കെ. ഞാൻ ചെന്നൈയിൽ അച്ഛനുള്ള സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞാൽ അപ്പം പറയും അതുകൊണ്ടുകൂടെ മാങ്ങ അത് ഇത് പറഞ്ഞിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അത് തിരി അച്ഛനാണ് ഓർമ്മിക്കുക. വെളിച്ചെണ്ണ പപ്പടം ഇതൊക്കെ അച്ഛനാണ് ഓർമ്മിപ്പിക്കുന്ന ആള്. വീട്ടിലിരിക്കുന്ന രാവിലെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി. ഇപ്പം എൻ്റെ റെസിപ്പി ചോദിച്ചാണ്. അപ്പോൾ വിദ്യ കാണിച്ചു തരും കേട്ടോ. എങ്ങനെയാണ് നമുക്ക് വീഡിയോ പോവാം. 4 തക്കാളി ഇട്ടു അല്ലേ ഇതിൽ? വലിയ വെങ്കായം ധൈര്യമായിട്ട് തമിഴിൽ പറഞ്ഞു, കുഴപ്പമില്ല. പിന്നെ 4 തക്കാളി അല്ലേ? അത് പച്ചയിൽ കശപിശ നുറുക്കി അരക്കുക അല്ലേ? ഫസ്റ്റ് അതന്നെ ഉപ്പ് ഇട്ടിട്ട് അരയ്ക്കും. പച്ചയിൽ തന്നെ അരയ്ക്കണം അല്ലേ? പച്ചക്ക് തന്നെ അരയ്ക്കും. അതിൻ്റെ കൂടെ കറിവേപ്പില എന്തെങ്കിലും കിട്ടും? ഒന്നും വേണ്ട. ഇഞ്ചി പൂണ്ടൊക്കെ ഇടുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ അതൊരു ടേസ്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും നോൺ വെജിൻ്റെ കൂട്ടുന്ന ആ ടേസ്റ്റ് വരും. വേണ്ട, നമുക്ക് ഇങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ? അതെ. ഈ മൂക്ക് എടുക്കണം ചേച്ചി. എന്നുവെച്ചാൽ ഈ മൂക്ക് നല്ലതല്ല പറയണു അല്ലേ? കുറേ മരുന്ന് അടിക്കുന്ന സ്ഥലമാണിത്. പിന്നെ ക്യാൻസറിന് ചാൻസസ് കൂടുതലാണെന്ന് പറയണു അല്ലേ? കുറേ ഗ്രേപ്സിനെ പോലെ. ചട്നിയാ? തക്കാളി ചട്നി ആദ്യം ഒരു വീഡിയോ കൊടുക്കുക വെള്ളിമയ്ക്ക്. വലിയ മതി 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 മതി. പപ്പുന് ചായ കൊടുക്കുന്നിട്ട് ഇത് നമ്മൾ വെറുതെ അരയ്ക്കാം. ഇത് എത്ര പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും? 4-5 ആൾക്കാർ. നല്ലോണം കഴിക്കുന്നവരാണെങ്കിൽ 4-5 ആൾക്കാർ. ധാരാളം. ഓക്കെ, ധാരാളം. അതില്ലാതെ 3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ 3 ദിവസം. ഓക്കെ ഓക്കെ. മഞ്ഞപ്പൊടിയാ? മുളക് പൊടിയാ? ഇത് മുളക് പൊടിയാ? മുളക് പൊടി നല്ല എരിവുണ്ട്. നല്ല എരിവ് വേണം അല്ലേ? നല്ല എരിവുണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ. 1 സ്പൂണ്. ഓക്കെ. ചേച്ചിക്ക് എരിവ് ഒക്കെ? എരിവ് ഒക്കെയാണ് മതി. മഞ്ഞൾ തൂവൽ, ഉപ്പ് ആവശ്യമനുസരിച്ച്. മിനുക്കനരയണം കേട്ടോ. പോരെ? നല്ല സ്മൂത്ത് ആവണം അല്ലേ? തോല് കിടക്കുന്നു അല്ലേ? ഓക്കെ. നല്ലെണ്ണയിൽ വിതയ്ക്കാം, അല്ലെങ്കിൽ മറ്റേ വെളിച്ചെണ്ണ ഗോൾഡ് വിന്നർ ഏതായാലും കുഴപ്പമില്ല അല്ലേ? നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലെണ്ണ ഒഴിക്കണം. ഓക്കെ. ഇതിപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു. കടുക്, അത് ഓഫ് ചെയ്തു തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, അരയ്ക്കുമ്പോൾ ഒഴിച്ചിട്ടില്ല. വേണമെങ്കിൽ കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും വറ്റിക്കും. അത്രയ്ക്കുള്ള സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ഇത് വെള്ളം ഇല്ലാതെ അത്രയും ദിവസം ഇരിക്കുകയും ചെയ്യുന്നു അല്ലേ? ഇഞ്ചിയും പൂണ്ടും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അടിപൊളി. ഒന്നും കൂടെ വേറൊരു ടേസ്റ്റ് വരും. അതും നന്നായി ഉണ്ടാവും. ഇനി ഇത് സിം ചെയ്ത് വെക്കും. അതൊക്കെ സിം ചെയ്ത് വെക്കും അല്ലേ? ഇല്ല, നോർമൽ. ഒത്തിരി മീഡിയം വെച്ചാൽ മതി. എന്ന് വെച്ചാൽ മേലെ തെരിക്കും. ഓ അത് ശരി. തെരിക്കിൻ്റെ പറഞ്ഞ പോലെ അതാ തെരിക്കും. കുറച്ച് അടച്ചു വെച്ചു. ഫുള്ളാവും. അടച്ചോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അല്ലേ? അപ്പോൾ ഒന്ന് നല്ല തെറിക്കുന്നുണ്ട് അല്ലേ? ഇതുപോലെ അതുണ്ടോ? ചേച്ചി മാറിനെ നല്ല കുഴപ്പമില്ല. കട്ടിയുള്ള ചട്ടിയിൽ ഉണ്ടാക്കണം അല്ലേ? ഈയും പറ്റണം അല്ലേ? പക്ഷെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്കി പിടിക്കും. ഇതാര് പറഞ്ഞെന്ന് അറിയാം? അമ്മൂമ്മ? അതോ അമ്മ? എൻ്റെ അമ്മ ഉണ്ടാക്കും. ഉണ്ടാക്കും. അമ്മൂമ്മ അവിടെ ഉണ്ടാക്കില്ല, അവിടെ ഉണ്ടാക്കും.
പിന്നെ ഇഞ്ചി പൂണ്ടിടുന്നത് മേമ ഉണ്ടാക്കിയ സ്റ്റൈൽ. ഓക്കെ. നല്ലോണം വെച്ച്. അതെ, ഇനി നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വെച്ചാൽ പറ്റിയ പിന്നെ അങ്ങനെ തെറ്റില്ല. അതെ, കഷ്ടി ഹാഫ് ആൻ അവർ അടുപ്പത്തിരിക്കണം അല്ലേ? 20 മിനിറ്റ്സ് മതി. 20 മിനിറ്റ്സ്. ഓക്കെ. തക്കാളിയുടെ വെള്ളം വറ്റുന്നതാണ് സമയം. ആ വെള്ളം കൂടെ വറ്റണം. കൂടി വറ്റണം. ഈ ബബിൾസ് ഒക്കെ വെള്ളമൊക്കെ പോകണം അല്ലേ? ഒരു ദിവസം ഇപ്പോൾ ട്രെയിൻ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കാം. ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ 3-4 ഡേയ്സ് വെക്കാം. ഇപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അറിയണ്ടോ, ഇങ്ങനെ കൂടില്ല. മനസ്സിലായി. ഇങ്ങനെ ഒട്ടി ഇങ്ങനെ വരണം. ഇനി കുറെ വിട്ട് ഒട്ടി പോവും. ഓക്കെ. ചട്ടിന്ന് ഇങ്ങോട്ട് പോരണം അല്ലേ? വെള്ളം ഇല്ല. അതാണ് പരുവം. നല്ലെണ്ണ ഒഴിക്കുക. അത് എണ്ണ ഒഴിക്കൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് 2-3 ദിവസം കൂടുതൽ വരും. നല്ലെണ്ണ കൂടുതൽ ഒഴിച്ചാൽ കേട് വരത്തില്ല. നല്ല വാസന വരുന്നുണ്ട്. അറിയണ്ടോ? കഴിഞ്ഞല്ലേ? അടിപൊളി തക്കാളി ചട്നി റെഡി. അപ്പോൾ തക്കാളി ചട്നി റെഡിയായി. ഇത് വെള്ളമില്ലാണ്ട് നമ്മൾ കൈ കൊണ്ടൊന്നും തൊടാതെ സ്പൂണിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പം അതല്ലാതെ നമ്മൾ തലേദിവസം ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് കൊണ്ടുപോകാൻ പോകും കേട്ടോ. ഫ്രിഡ്ജിലൊന്നുമല്ല നമ്മൾ കൊണ്ടുപോകണം. എ സിയിലാണ് പോകണത്, ശരിയാണ്. എന്നാലും ഇനിയിപ്പോൾ എ സിയിലല്ലെങ്കിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. മുകളിൽ ലളിത ചേച്ചി അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാനിന്ന് ചെന്നൈ വിടുകയാണ്. ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത റെസിപ്പി നമുക്ക് കേരളത്തിലെ റെസിപ്പി വീണ്ടും ഇടാം. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതും എൻ്റെ ഒരു വീട് തന്നെയാണ്. എനിക്കൊരു വീടുണ്ട് ഇവിടെ ചെന്നൈയിൽ. അതെ, ചേച്ചിയുടെ വീടാണ്. ഞാൻ പണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരുമ്പോൾ ഈ വീട്, താഴത്തെ വീട് റെൻ്റ് കൊടുത്തിരിക്കുകയായിരുന്നു ഇവർ. ലിലി ചേച്ചിയൊക്കെ മുകളിൽ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഈ വീട് ലിലി ചേച്ചി താമസിക്കുന്നു. താഴെ മുകളിൽ ലളിത ചേച്ചി, ലിലി ചേച്ചിയുടെ അനിയത്തി, മോൻ വൈഫ് താമസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്മൂമ്മ, അപ്പൂപ്പൻ. ഇതാണ് ലിലി ചേച്ചി, മേനോനങ്കിള്, ലിലി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതാണ് പപ്പു. ആരുമില്ല, ഞാൻ വീഡിയോ എടുക്കാണ്, റെസിപ്പി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നിന്നെ കാണിച്ചത്. ഇത് ലിലി ചേച്ചി ഓടിച്ചിരുന്ന കാറാണ്. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഓടിക്കലില്ല. ഇവരുടെ തോട്ടം ഒക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്, എല്ലാ ചെടികളും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. ഇത് രാവിലത്തെ ചട്നിയാണ്, ചമ്മന്തിയാണ്. അത് കഴിച്ച് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ട്രെയിനിൽ പോയിരുന്നു കൊണ്ടുപോകാൻ പറ്റുമോ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ഡിന്നർ ഒരു പിടി മതി, 2 ഒന്നും വേണ്ട. കഴിക്കൽ ഭയങ്കരമുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല, സ്റ്റൊമക് ബേണിംഗ് ആവുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ. മറ്റേ ഞാൻ പറയൂ, എൻ്റെ റോൾ മോഡൽ ഇവിടെ ലിലി ചേച്ചിയാണ്. ലിലി ചേച്ചിനെ കാണിച്ചില്ലേ? അതായത് ലിലി ചേച്ചിക്ക് പണ്ടൊരു പ്രീമിയർ പത്മിനി കാർ ഉണ്ടായിരുന്നു. ഇവിടെ കയ്യിൽ പിന്നെ നീ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കാർ കണ്ടിട്ടില്ല. ഓക്കെ. ഞങ്ങളെയൊക്കെ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോകുന്നത് ലിലി ചേച്ചിയുടെ വണ്ടിക്ക് ഓടിക്കുന്നതൊക്കെ ഭയങ്കര. എനിക്ക് വണ്ടി ഓടിക്കാനുള്ള സത്യം പറഞ്ഞാൽ പ്രചോദനം ലിലി ചേച്ചിയാണ്. അത് ഭയങ്കര രസമാണ്. ലിലി ചേച്ചി ഭയങ്കര സ്മാർട്ടായിരുന്നു. ഫ്രണ്ട് ക്യാമറയിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇടത്ത് കൈകൊണ്ട് കഴിക്കണം പോലെ കേട്ടോ. ഈ കമൻറ്റിലത് പറയരുതേ. വലിയമ്മ പോയി ഇന്ന് വരും. എന്നാ വലിയമ്മയുടെ വീട്ടിലേക്ക് വരും? വെക്കേഷന്, സമ്മർ വെക്കേഷൻ വീണ്ടും 2 മൊത്തം 4 ഇഡ്ഡലിയായിരുന്നു. 1 ഇഡ്ഡലി 2 ഇഡ്ഡലി തിന്നണത് നീ എന്നെ 4 എണ്ണം കിട്ടിക്കാണ്. സ്നേഹിച്ച് അവരെ ചടിപ്പിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ നാത്തും പോരാണ്, നാത്തും പോരാണ്. ഇന്ന് രാവിലെ ലിലി ചേച്ചി കഴിക്കുമ്പോൾ ഇതിൽ കുറച്ച് എണ്ണ മിക്സ് ചെയ്തിട്ട് വീണ്ടും എണ്ണ. ഓൾറെഡി ലിലി ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതുമാതിരി ഒരു ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ഓക്കെ. അതെ, എണ്ണ ഒഴിച്ചു. എന്തെങ്കിലും മിക്സ് ചെയ്ത് നമ്മൾ പൊടിയിലൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അല്ലേ, ദോശപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്യില്ലേ, അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് കേട്ടോ. ഞാൻ രാവിലെ ലേശി ചെയ്യുന്നുണ്ടപ്പോൾ ചെയ്യണം വിചാരിച്ചു, പിന്നെ അപ്പം ചെയ്തില്ല.
നല്ല എണ്ണ അടിപൊളി. എണ്ണയുടെ ടേസ്റ്റ് നമ്മളിത് കാണിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് അത് 2 ദിവസം ടീനഗർ വിലസി നിരങ്ങി പറയില്ലേ, ടീനഗറിൽ ഒരു ദിവസം മോർണിംഗ് പോയിട്ട് കുറേ സ്ഥലം പോയി, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രാത്രി ഞാനും വിദ്യയും തന്നെ പോയിട്ട് കുറേ സ്ഥലങ്ങൾ രാത്രി ഞങ്ങൾ ടീനഗർ ട്രെയിൻ ഇറങ്ങി വീട്ടിൽ വന്ന് കയറിയിട്ട് ആദ്യം ചെയ്തത് ചമ്മന്തിപ്പൊതി പുറത്തേക്കെടുത്തു, ഇഡ്ഡലി തട്ട് വെച്ചു, ഇഡ്ഡലി വീത്തി, ഇഡ്ഡലി റെഡി. ഇന്നത്തെ വീഡിയോ ഇപ്പം നല്ല അടുക്കളയിലാണ്, പക്ഷേ ചെന്നൈ അടുക്കളയിലത്തെ ചമ്മന്തിയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി തന്നിട്ടാണ് ഞാൻ അവിടുന്ന് കൊണ്ടുവരുന്നത്. സൂപ്പർ എന്നൊന്നും പറഞ്ഞാൽ വരെ സൂപ്പർ 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 അടിപൊളി മാഷും എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി, കുഞ്ചുവിനൊക്കെ ഇഷ്ടമായി. ഒരു കേടുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കേടുമില്ല. ഇന്നലത്തേത് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല, ഇന്ന് രാവിലെ അരച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതേ റെസിപ്പിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ അതല്ലാണ്ട് അതിൽ കൂട്ടേണ്ട വേറെ ചില ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്, അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്, അതും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോളൂ.